Hi friends, welcome back to my channel Physica class. Plus 2 Physics in Unit 1 Electric Charges and Fields എന്ന യൂണിറ്റിലെ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് 7 വീഡിയോ ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡൈപോളിനൊരു എക്സ്റ്റേണൽ ഫീൽഡിൽ വെക്കുമ്പോഴത്തെ കാര്യമാണ് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ പറയുന്നത് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അത് ലൈൻ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, സർഫസ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, വോളിയം ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അപ്പോൾ ഈ മൂന്ന് കേസുകളും നമുക്ക് ഇന്നത്തെ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാം. സോ നമുക്ക് വീഡിയോ തുടങ്ങാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ എന്താണ് ഈ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ, നമ്മൾ ഇത്രയും കാലം ഒരു ഡിസ്ക്രീറ്റ് ചാർജസിനെ കുറിച്ചിട്ടായിരുന്നു പഠിച്ചത്. ഡിസ്ക്രീറ്റ് ചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജ് ഇവിടെ, അടുത്ത ചാർജ് ഇവിടെ, അങ്ങനെ ഡിസ്ക്രീറ്റ് ചാർജസിനെ കുറിച്ചിട്ടായിരുന്നു നമ്മൾ പഠിച്ചത്. ഇനി നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതായത് ചാർജുകൾ തുടർച്ചയായിട്ട്, അല്ലെങ്കിൽ ചാർജസ് ക്ലോസ്ലി സ്പേസ്ഡ് ആണെന്നർത്ഥം. അടുത്തടുത്താണ് ചാർജസ് ഇരിക്കുന്നത്. അങ്ങനെ ഇതുപോലെ ഡിസ്ക്രീറ്റ് ആയിട്ടല്ല ഇരിക്കുന്നത്. ഇപ്പോൾ ഒരു ലൈൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ലൈനിൽ മൊത്തം എന്താണ്, ചാർജസ് ആണ്. ഈ ചാർജസ് ക്ലോസ്ലി സ്പേസ്ഡ് ആണ്, അടുത്തടുത്താണ് ഇരിക്കുന്നത്, ഡിസ്ക്രീറ്റ് ആയിട്ടില്ല. അതുകൊണ്ടാണ് അതിനെ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്കതിൻ്റെ ഓരോ സെക്ഷനിലേക്ക് കിടക്കാം. ഫസ്റ്റ് വൺ ഈസ് കണ്ടിന്യൂസ് ലൈൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജസ് ആണ്. അപ്പോൾ ഒരു ലൈനിലാണ് ചാർജസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചാർജ് ഡെൻസിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഓരോ കേസിലും ചാർജ് ഡെൻസിറ്റി നമ്മൾ കണ്ടുപിടിക്കും. ഇപ്പോൾ ലൈനിലാണ് ചാർജുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്ന് പറയാം. എന്ത് പറയാം? ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്ന് പറയാം. ലീനിയർ ചാർജ് ഡെൻസിറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന സിമ്പിൾ എന്ന് പറയുന്നത് ലാംഡയാണ്. എന്താണ്? ലാംഡയാണ്. ഓക്കെ, അപ്പോൾ ഈ ചിത്രം നിങ്ങൾ നോക്കി നോക്കിയേ. ഒരു ലൈൻ ഉണ്ട്. ഇതിവിടെ ഫുള്ള്, ഈ ലൈനിൽ ഫുള്ള് ചാർജസ് ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ലൈനിൻ്റെ ലെങ്ത് L എന്നാണ് എടുക്കുന്നത്. അതിൻ്റെ ചെറിയൊരു ലെങ്ത് DL എന്നെടുത്തു. ഓക്കെ, ഈ DLനകത്തുള്ള ചാർജ്, കറസ്പോണ്ടിങ് ചാർജ് DQ എന്നെടുക്കുന്നു. ഇതിൽ നിന്ന്, ഈ ലൈനിൽ നിന്ന് R ഡിസ്റ്റൻസ് അകലത്തിലെ ഒരു പോയിന്റ് P കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് DE വെക്ടർ ഡയറക്ഷൻ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി R ഡിസ്റ്റൻസ് അകലത്തിലെ P എന്ന് പറഞ്ഞ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ ചിത്രം എന്ന് പറയുന്നത്. ഒരു ലൈൻ ഉണ്ട്, DL എന്ന് പറഞ്ഞ സ്മോൾ ലെങ്ത്. ഈ ലൈനിൽ നിന്ന് R ഡിസ്റ്റൻസ് അകലത്തിൽ P എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് നമ്മൾ എടുക്കുന്നു. ഓക്കെ, ആ P എന്ന് പറഞ്ഞ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ആ ഇലക്ട്രിക് ഫീൽഡ് DE ചെറിയ ലെങ്ത്തിൽ എടുത്തത് കൊണ്ടാണ് ചെറിയ ഇലക്ട്രിക് ഫീൽഡ്, സ്മോൾ ഇലക്ട്രിക് ഫീൽഡ് DE എന്ന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. R ഡിസ്റ്റൻസ് അകലത്തിലാണ് ആ പോയിന്റ് ഉള്ളത്. പിന്നെ എന്താണ്, ആ ഒരു DL എന്ന് പറഞ്ഞ ലെങ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചാർജ് എന്ന് പറയുന്നത് DQ ആണ്. ഓക്കെ, അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ലൈനിൻ്റെ കേസിലാവുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ലീനിയർ ചാർജ് ഡെൻസിറ്റിയാണ്. ലീനിയർ ചാർജ് ഡെൻസിറ്റിയാണ്. ദാറ്റ് മീൻസ് ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. അപ്പോൾ ലീനിയർ ചാർജ് ഡെൻസിറ്റി റെപ്രസെൻ്റ് ചെയ്യാൻ നമ്മൾ ലാംഡ എന്നുള്ള സിമ്പിളാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്താണ്? ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. അപ്പോൾ ചാർജ് സ്മോൾ ലെറ്റർ ചാർജ് DQ എന്ന് എടുത്തു. കാരണം ഈ ചെറിയ ലെങ്ത് DL എന്ന് പറഞ്ഞ ലെങ്ത്തിലുള്ള ചാർജ് ചെറുതാണ്. അങ്ങനെ ഒരു മീനിങ്ങിൽ DQ എന്ന് എടുത്തു. സോ ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുമ്പോൾ DQ/DL ആണ് എന്ത് വരുന്നത്? ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ വരുന്നത്. ഓക്കെ, അപ്പോൾ ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? DQ/DL എന്ന് എഴുതാം. ഇനിയിപ്പോൾ ഈ DQന് പകരം നമുക്ക് വേണമെങ്കിൽ ചെറിയ ചാർജ്, ചെറിയ ലെങ്ത് എന്നുള്ളതിന് പകരം ΔQ/ΔL എന്നും എഴുതാം. അതിൽ തെറ്റില്ല കേട്ടോ. ഓക്കെ, ഇപ്പോൾ DQ/DL എന്ന് എഴുതാം. ഇനിയിപ്പോൾ അതല്ല, നമുക്കിപ്പോൾ ചെറിയ ചാർജിന് ΔQ, ചെറുതാണ്, സ്മോൾ ആണ് എന്ന് സൂചിപ്പിക്കാൻ ഡെൽറ്റ എന്നുള്ള സിമ്പിൾ ഉപയോഗിച്ചിട്ടും ചെയ്യാം. ΔQ/ΔL ഈക്വൽ ടു ലാംഡ എന്ന് പറഞ്ഞിട്ടുള്ള ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ ഈക്വൽ ടു ΔQ/ΔL എന്ന് എഴുതുന്നതിലും തെറ്റില്ല. അപ്പോൾ ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ ഈക്വൽ ടു DQ/DL. ചെറിയ ലെങ്ത്തും DL, ചെറിയ ചാർജ്, സ്മോൾ എമൗണ്ട് ഓഫ് ചാർജ് DQ. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് എന്ത് വേണം? ഈ ലൈനിൽ നിന്ന് R ഡിസ്റ്റൻസ് അകലത്തിലുള്ള ഈ P എന്ന് പറഞ്ഞ പോയിന്റിലെ
ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് ഒരു ചെറിയ സ്മോൾ ലെങ്ത് ഡി എല്ലിലെ ഇലക്ട്രിക് ഫീൽഡ് ആയതുകൊണ്ട് നമുക്കതിനെ ഡി ഇ എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. എന്ത് റെപ്രസെൻറ്റ് ചെയ്യാം? ഡി ഇ എന്നുള്ളത് നമുക്കിവിടെ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഡി ഇ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? 1/4πε0. ഇവിടെ വാക്യത്തിലാണെന്നുള്ള കോൺസെപ്റ്റ് തന്നെയാണ് എടുക്കുന്നത്. Q/r², r യൂണിറ്റ് വെക്ടർ ആണ്. അപ്പോൾ ഇവിടെ ചെറിയ സ്മോൾ ഇലക്ട്രിക് ഫീൽഡ്, സ്മോൾ എമൗണ്ട് ഓഫ് ചാർജ് എന്ന് പറയുമ്പോൾ ഡി ക്യു വെച്ചിട്ട് എഴുതുന്ന മാത്രം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് 1/4πε0 dq/r², r യൂണിറ്റ് വെക്ടർ എന്ന് എഴുതാം. ഓക്കെ, ഇനി ഈ ഒരു ഇക്വേഷനിൽ നിന്ന് ലാംഡ ഈക്വൽ ടു dq/dl എന്നുള്ള ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഡി ക്യു എന്താണെന്ന് കണ്ടുപിടിക്കാമല്ലോ. ഡി ക്യു ഈക്വൽ ടു ഈ ഡി എൽ അങ്ങോട്ട് പോകുമ്പോൾ എന്ത് വരും? ലാംഡ ഇൻറ്റു ഡി എൽ വരും. ലാംഡ ഇൻറ്റു ഡി എൽ വരും. സോ നമുക്കിവിടെ ഡി ക്യുക്ക് പകരം ഈ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഡി ക്യുക്ക് പകരം എന്ത് കൊടുക്കാം? ലാംഡ ഇൻറ്റു ഡി എൽ കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഡി ക്യുക്ക് പകരം ലാംഡ ഇൻറ്റു ഡി എൽ കൊടുക്കുന്നു. ലാംഡ ഇൻറ്റു ഡി എൽ. ഓക്കെ, അപ്പം നമ്മുടെ ഇക്വേഷൻ ഈ ഒരു ഫോമിലാക്കി മാറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് വേണം? ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് വേണം. അതായത് ഇപ്പോൾ നമ്മളിവിടെ ഒരു ചെറിയൊരു ലെങ്ത് ഡി എൽ വെച്ചിട്ടാണ് ആ ഡി എല്ലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിച്ചത്. നമ്മളിനി ഈ മൊത്തം ലൈനിനെ കൺസിഡർ ചെയ്യാണ്. മൊത്തം ലൈനിൻ്റെ ലെങ്ത് എന്തായിരിക്കും? എല്ലായിരിക്കും അല്ലേ? മൊത്തം ലൈനിൻ്റെ ലെങ്ത് എല്ലാണ്. അപ്പോൾ ആ ഒരു മൊത്തം ലൈനിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മളിവിടെ എന്ത് ചെയ്താൽ മതി? നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. സോ ഇൻ്റഗ്രേഷനും ഡെറിവേഷനൊക്കെ പഠിച്ചു കാണും. ഡെറിവേഷൻ എന്ന് വെച്ചാൽ ചെറുതാണ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാനാണ് ഡി ക്യു ഡി എൽ അങ്ങനെയൊക്കെ സൂചിപ്പിക്കും. ഇൻ്റഗ്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ ഒരുപാട് വാല്യൂസിനെ ആഡ് ചെയ്ത് ടോട്ടൽ കിട്ടുക എന്നുള്ള മീനിങ് ആണ് അവിടെ ഇൻ്റഗ്രൽ എന്നുള്ളൊരു സിമ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇ വിച്ച് ഇസ് ഈക്വൽ ടു 1/4πε0. ഈ ലാംഡേനെ നമ്മൾ പുറത്തേക്ക് എടുത്തു. കാരണം ഈ പറയുന്ന ലാംഡയും 1/4πε0 ഒക്കെ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂസ് ആയതുകൊണ്ട് നമ്മളതിനെ പുറത്തേക്ക് എടുക്കുന്നു. ബാക്കിയുള്ള ടേംസ് മാത്രമാണ് ഇൻ്റഗ്രലിൻ്റെ അകത്ത് എഴുതുന്നുള്ളൂ. ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എല്ലാണ്. കാരണം ഞാൻ പറഞ്ഞു തരാം. r യൂണിറ്റ് വെക്ടർ ഡിവൈഡഡ് ബൈ r² dl. ഇവിടെ dl എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നത് എന്താണ്? എല്ലാണ് അല്ലേ? ദാറ്റ് മീൻസ് അവിടെ വേരി ചെയ്യുന്നത് ലെങ്ത് ആണ്. അല്ലെങ്കിൽ നമുക്ക് അവിടെ ചെറിയ ലെങ്ത്തുകൾ ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇൻ്റഗ്രൽ L എന്ന് ഇവിടെ എഴുതാനുള്ള കാരണം. അപ്പം നമ്മുടെ ഇക്വേഷൻ എന്തായി? അതായത് ഒരു കണ്ടിന്യൂസ് ലൈൻ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ കാരണം കൊണ്ട് ഉണ്ടായിട്ടുള്ള നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇ വെക്ടർ വിച്ച് ഇസ് ഈക്വൽ ടു 1/4πε0 ലാംഡ ഇൻറ്റു ഇൻ്റഗ്രൽ L r യൂണിറ്റ് വെക്ടർ ഡിവൈഡ് ബൈ r² dl എന്ന് പറയും. അപ്പോൾ അത് ആ ഒരു ഇക്വേഷൻ നിങ്ങളൊന്ന് ബൈ ഹാർട്ട് പഠിച്ചു വയ്ക്കണം. പിന്നെ ഇതിലുള്ളൊരു ഇക്വേഷൻ നിങ്ങൾ പഠിക്കേണ്ടതാണ് ഇത്. ദാറ്റ് മീൻസ് ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ വിച്ച് ഇസ് ഈക്വൽ ടു dq/dl എന്നുള്ള ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. കണ്ടിന്യൂസ് സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പം നമ്മൾ ലൈനിൻ്റെ കേസിൽ പറഞ്ഞു. ഇനി അടുത്തൊന്ന് നമ്മളോട് പറയുന്നതാണ് സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ അവിടെ സർഫസിലായതുകൊണ്ട് തന്നെ അവിടെ വരുന്നതാണ് എന്ത്? സർഫസ് ഡെൻസിറ്റി ഓഫ് ചാർജ്. സർഫസ് ഡെൻസിറ്റി ഓഫ് ചാർജ് ദാറ്റ് മീൻസ് ചാർജ് പെർ യൂണിറ്റ് ഏരിയ. അപ്പോൾ കണ്ടിന്യൂസ് സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷനിൽ സർഫസ് ഡെൻസിറ്റി ഓഫ് ചാർജ് എന്നുള്ള ടൈമാണ് വരുന്നത്. ദാറ്റ് ഈസ് ചാർജ് പെർ യൂണിറ്റ് ഏരിയ ആണ്. അപ്പോൾ നമ്മളിവിടെ ഒരു സർഫസ് കൺസിഡർ ചെയ്യുന്നു. ഇതിൽ ചെറിയൊരു ഭാഗം ഡി ക്യു എടുത്തു. ആ ഡി ക്യുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇലക്ട്രിക് ഫീൽഡാണ് ഡി ഇ എന്നുള്ളത് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ ആർ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിൽ പി എന്നുള്ളൊരു പോയിന്റ് ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ആ പി എന്ന് പറഞ്ഞ പോയിന്റിലത്തെയാണ് ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഈ ഡി ക്യു എന്നുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്മോൾ സർഫസ് ഏരിയ ആണ് ഡി എസ് എന്ന് പറയുന്നത്. ഒരു സർഫസ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നു. അതിൽ ചെറിയൊരു ഭാഗം നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതിൻ്റെ ഏരിയ ആണ് ഡി എക്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഏരിയ ആണ് ഡി എക്സ്. അവിടുത്തെ ചാർജ് ഡി ക്യു എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സർഫസിലുള്ള ചാർജ് ഡെൻസിറ്റി, സർഫസ് ഡെൻസിറ്റി ഓഫ് ചാർജ് എന്ന് പറയുന്നത് ചാർജ് പെർ യൂണിറ്റ് ഏരിയ ആണ്. സർഫസ് ചാർജ് ഡെൻസിറ്റിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സിമ്പിളാണ് സിഗ്മ എന്ന് പറയുന്നത്. എന്താണ്? സിഗ്മ. ദാറ്റ് ഈസ് ഈക്വൽ ടു ചാർജ് പെർ യൂണിറ്റ് ഏരിയ എന്ന് പറയുമ്പോൾ ഡി ക്യു ആണ് ഇവിടുത്തെ ചാർജ്. യൂണിറ്റ് ഏരിയ എന്ന് പറയുന്നത് ഡി എസ് ആണ് കേട്ടോ. ഓക്കെ, ആ ഒരു സ്മോൾ എമൗണ്ട് ഓഫ് ചാർജിനെ ഡി ക്യു എന്നും സ്മോൾ ഏരിയനെ നമ്മൾ സ്മോൾ എലിമെൻ്റൽ ഏരിയനെ ഡി എസ് എന്നുമാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്.
സോ സർഫസ് ഡെൻസിറ്റി ഓഫ് ചാർജ് സിഗ്മ വിച്ച് ഇസ് ഈക്വൽ ടു dq/ds. അതിനെ നമുക്ക് വേണമെങ്കിൽ ΔQ/ΔS എന്ന് നമുക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മളിവിടെ എന്ത് ചെയ്യുന്നു? ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള ആ ഒരു സർഫസ്. അതിൽ നിന്ന് r ഡിസ്റ്റൻസ് അകലത്തിൽ P എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോയിന്റ് നമ്മളിവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ആ P എന്ന് പറഞ്ഞ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ് DE വെക്ടർ എന്ന് പറയുന്നത്. PE എന്ന് പറഞ്ഞ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ് DE വെക്ടർ. ആ ഇലക്ട്രിക് ഫീൽഡാണ് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ഇലക്ട്രിക് ഫീൽഡ് DE ചെറിയ ഇലക്ട്രിക് ഫീൽഡാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും? മുമ്പ് ചെയ്ത പോലെ തന്നെ 1/4πε0 dq/r², r യൂണിറ്റ് വെക്ടർ. ഇവിടുത്തെ q/r² ആണ് ഇവിടുത്തെ ചാർജ്, സ്മോൾ എമൗണ്ട് ഓഫ് ചാർജ് dq ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എഴുതിയത് കേട്ടോ. പിന്നെ നമുക്കറിയാവുന്ന ഒരു ഇക്വേഷൻ ആയിരുന്നു സിഗ്മ വിച്ച് ഇസ് ഈക്വൽ ടു dq/ds എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് dqന് പകരം എന്ത് കൊടുക്കാമെന്ന് നോക്കാം. dqന് പകരം എന്ത് വരും? സിഗ്മ ഇൻറ്റു ds വരും. dqന് പകരം അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? dqന് പകരം സിഗ്മ ഇൻറ്റു ds എഴുതാം. അപ്പോൾ ഇവിടുത്തെ dqന് പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. എന്തെന്ന്? സിഗ്മ ഇൻറ്റു dx എന്നുള്ളത് കൊടുക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് അപ്പോൾ ഒരു ചെറിയൊരു ഏരിയ dsയിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇനി നമുക്ക് ടോട്ടൽ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. സോ ഇലക്ട്രിക് ഫീൽഡ് E വെക്ടർ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4πε0 സിഗ്മനെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇൻ്റഗ്രൽ, ഇവിടെ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്താ വരിക? ഇവിടെ ds ആണ് കിടക്കുന്നത് അല്ലേ? ds ആണ് കിടക്കുന്നത്. അതുകൊണ്ട് ഇവിടെ എന്ത് വരണം? s വരണം കേട്ടോ. അവിടെ dl ആയതുകൊണ്ടാണ് ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ഇൻ്റഗ്രൽ l എഴുതിയത്. ഇവിടെ ds ആയതുകൊണ്ട് ഇൻ്റഗ്രൽ s എന്ന് നമ്മൾ പറഞ്ഞിട്ട് എഴുതുന്നു. r യൂണിറ്റ് വെക്ടർ ഡിവൈഡഡ് ബൈ r² ds എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? E വെക്ടർ വിച്ച് ഇസ് ഈക്വൽ ടു 1/4πε0 സിഗ്മ ഇൻ്റഗ്രൽ s, ds ആയതുകൊണ്ടാണ് s എഴുതിയത്. r യൂണിറ്റ് വെക്ടർ ഡിവൈഡ് ബൈ r² ds എന്ന് നമുക്ക് കിട്ടും. ഇതേപോലെ തന്നെ എന്തുണ്ട്? കണ്ടിന്യൂസ് വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതും കൂടി ഒന്ന് നമുക്ക് നോക്കാം. കണ്ടിന്യൂസ് വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ കണ്ടിന്യൂസ് വോളിയം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജസിന് അപ്പോൾ അവിടെ എന്തായിരിക്കും? വോളിയം ഡെൻസിറ്റി ഓഫ് ചാർജസ് ആയിരിക്കും വരിക. വോളിയം ഡെൻസിറ്റി ഓഫ് ചാർജ്, വോളിയം ഡെൻസിറ്റി ഓഫ് ചാർജിനെ റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സിമ്പിൾ എന്ന് പറയുന്നത് റോ ആണ് കേട്ടോ. ഇതിനെന്താ വായിക്കാന്ന്? റോ. ഓക്കെ, അപ്പോൾ വോളിയം ഡെൻസിറ്റി ഓഫ് ചാർജിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സിമ്പിൾ എന്ന് പറയുന്നത് റോ ആണ്. റോ. ഓക്കെ, അപ്പോൾ അതെന്തായിരിക്കും? വോളിയം ഡെൻസിറ്റി ഓഫ് ചാർജ് റോ എന്ന് പറയുന്നത് ചാർജ് പെർ യൂണിറ്റ് വോളിയം. അറിയാലോ, ചാർജ് പെർ യൂണിറ്റ് വോളിയം. അപ്പോൾ ഇവിടുത്തെ ചാർജ് എന്ന് പറയുന്നത് dq ആണ്. വോളിയം ചെറിയ സ്മോൾ എലിമെൻ്റൽ വോളിയം എടുക്കുമ്പോൾ dv വരും. ഓക്കെ, വോളിയം ഡെൻസിറ്റി ഓഫ് ചാർജ് എന്ന് പറയുന്നത് റോ ദാറ്റ് ഈസ് ഈക്വൽ ടു dq/dv ആണ്. അതിന് വേണമെങ്കിൽ നമുക്ക് എന്തെന്ന് എഴുതാം? ΔQ/ΔV എന്നും എഴുതാം. ഇനി മുമ്പ് ചെയ്ത പോലെ തന്നെ ആ ഒരു ചെറിയൊരു ഏരിയ വോളിയത്തിലുള്ളപ്പോൾ നമുക്കിപ്പോൾ ഇത് ഇങ്ങനൊരു സർഫസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇതിൻ്റെ ചെറിയൊരു വോളിയമാണ് നമ്മൾ എടുക്കുന്നത്. ഇതിൻ്റെ ചെറിയൊരു വോളിയത്തിൽ നമ്മൾ dv എന്ന് റെപ്രസെൻ്റ് ചെയ്തു. ഇത് r പോയിൻ്റ് അകലെയുള്ള ഇലക്ട്രിക് ഫീൽഡാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. r എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡാണ് നമ്മളിപ്പോൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓക്കെ, DE എന്ന് നമുക്ക് എഴുതാം അല്ലേ? ചെറിയ ഇലക്ട്രിക് ഫീൽഡ് ആയതുകൊണ്ട് DE വെക്ടർ വിച്ച് ഇസ് ഈക്വൽ ടു മുമ്പ് ചെയ്ത് അതേപോലെ തന്നെ, വേറെ വ്യത്യാസമൊന്നുമില്ല. 1/4πε0 dq ഡിവൈഡഡ് ബൈ r², r യൂണിറ്റ് വെക്ടർ എന്ന് വരും. ഇനി എന്ത് വേണം? ഈ dqന് പകരം നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. dq എന്ന് പറയുന്നത് എന്താണ്? റോ ഇൻറ്റു dv ആണ്. dq വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും? റോ ഇൻറ്റു dv എന്ന് വരും. അപ്പോൾ ഈ dqന് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? റോ ഇൻറ്റു dv എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇനി അപ്പോൾ അതിൻ്റെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമ്മളതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഇൻറ്റഗ്രേഷൻ കൊടുക്കുമ്പോൾ എന്തായി? E വെക്ടർ വിച്ച് ഇസ് ഈക്വൽ ടു 1/4πε0. പിന്നെ അതേപോലെ തന്നെ ഈ റോ എന്ന് പറയുന്നത് കോമൺ ആണ്, നമ്മൾ പുറത്തേക്ക് എടുക്കുന്നു. ഇൻ്റഗ്രൽ, ഇവിടെ എന്ത് ഇൻ്റഗ്രലാണ് വരിക? വോളിയം ഇൻ്റഗ്രൽ. ഇവിടെ എന്ത് ഇൻ്റഗ്രൽ വരും?
വോളിയം ഇൻ്റഗ്രൽ വരും. ഓക്കെ, എന്ത് ഇൻ്റഗ്രലാണ് ഇവിടെ വരിക? വോളിയം ഇൻ്റഗ്രൽ കേട്ടോ. ഓക്കെ, അപ്പോൾ അവിടെ സർഫസ് ആയതുകൊണ്ടാണ്, ഏരിയ ആയതുകൊണ്ട് സർഫസ് ഇൻ്റഗ്രലാണ് വന്നത്. ഇവിടെ വോളിയം ഇൻ്റഗ്രൽ വരും. ഇതിനകത്ത് എന്ത് വരും? ആർ യൂണിറ്റ് ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഡി വി എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും എന്ത്? ഒരു വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിലുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങളിൽ രണ്ട് ഇക്വേഷൻ നമ്മൾ പഠിച്ചേക്കേണ്ടത്. നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് കാണാനുള്ള ഈ ഇക്വേഷനും അതേപോലെ തന്നെ റോ വിച്ച് ഈസ് ഈക്വൽ ടു ഡി ക്യൂ ബൈ ഡി വി എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷനും, അതായത് വോളിയം ഡെൻസിറ്റി ഓഫ് ചാർജ്. ഓക്കെ, അപ്പോൾ മൂന്ന് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്. കണ്ടിന്യൂസ് ലൈൻ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, അതിൽ ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ വിച്ച് ഇസ് ഈക്വൽ ടു ഡി ക്യൂ ബൈ ഡി എൽ. അതിൻ്റെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് 1/4πε0 ലാംഡ ഇൻ്റഗ്രൽ ലൈൻ ഇൻ്റഗ്രൽ എൽ ആർ യൂണിറ്റ് ഡിവൈഡ് ബൈ ആർ സ്ക്വയർ ഡി എൽ. ഇനി സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആകുമ്പോൾ അവിടെ വരുന്നത് സർഫസ് ഡെൻസിറ്റി ഓഫ് ചാർജ് എന്ന് പറയുന്നത് ഡി ക്യൂ ബൈ ഡി എസ് ആണ്. അതിൻ്റെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് 1/4πε0 സിഗ്മ ആർ ഇൻ്റഗ്രൽ സർഫസ് ഇൻ്റഗ്രൽ ആർ യൂണിറ്റ് ഡിവൈഡ് ബൈ ആർ സ്ക്വയർ ഡി എസ് ആണ്. വോളിയം ചാർജ് ഡെൻസിറ്റി റോ വിച്ച് ഇസ് ഈക്വൽ ടു ഡി ക്യൂ ബൈ ഡി വി ആണ്. നെറ്റ് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇത്ര ഇക്വേഷൻസ് പഠിച്ചു വയ്ക്കുക. ഒരു പ്രോബ്ലം കൂടി ഒന്ന് വായിക്കാം. യൂണിഫോംലി ചാർജ്ഡ് കണ്ടക്റ്റിംഗ് സ്പിയർ ഓഫ് റേഡിയസ്. അപ്പോൾ റേഡിയസ് ആർ എന്ന് പറയുന്നത് 1 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ എന്ന് പറയുന്നത് 14 മൈക്രോ സെൻറ്റിമീറ്റർ റേസ്റ്റ് -2 ആണ്. അപ്പം മൈക്രോമീറ്റർ എന്ന് നമുക്ക് മാറ്റി എഴുതണമെങ്കിൽ ഇൻറ്റു 10 -6 ആണ് ചെയ്തത്. അപ്പോൾ ഇവിടെ സിഗ്മ വിച്ച് ഇസ് ഈക്വൽ ടു 14 × 10 -6 സെൻറ്റിമീറ്റർ റേസ്റ്റ് -2 എന്ന് എഴുതാം. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ചാർജ് ക്യൂ കണ്ടുപിടിക്കണം, ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഫൈയും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് സിഗ്മ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ വിച്ച് ഇസ് ഈക്വൽ ടു ഡി ക്യൂ ബൈ ഡി എസ് ആണ്. ചെറിയ കേസിൽ വരുമ്പോൾ, വലിയ കേസിലാകുമ്പോൾ ക്യൂ ബൈ ഏരിയ, അതായത് ചാർജ് ബൈ ഏരിയ എന്ന് പറയും. അപ്പോൾ ഇവിടുത്തെ ചാർജ്, ഇതിൽ നിന്ന് ചാർജിൻ്റെ ഇക്വേഷൻ നമുക്ക് എഴുതാലോ. ചാർജ് ക്യൂ ഈക്വൽ ടു സിഗ്മ ഇൻറ്റു എ എന്ന് വരും. ഓക്കെ, അപ്പോൾ ചാർജ് ക്യൂ ഈക്വൽ ടു സിഗ്മ ഇൻറ്റു എ. ഈ സിഗ്മ എന്ന് പറയുന്നത് എത്രയാണെന്ന് പറഞ്ഞാൽ 14 × 10 -16 ഇൻറ്റു ഏരിയ. അതായത് ഇവിടെ നമുക്കൊരു കണ്ടക്റ്റിംഗ് സ്പിയർ ആണല്ലേ. സ്പിയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ 4πr² എന്നാണ് ഇക്വേഷൻ. ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 4πr² ആണ്. സോ നമുക്ക് ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. 4 × പൈയുടെ വാല്യൂ 22 ഡിവൈഡ് ബൈ 7 അല്ലെങ്കിൽ 3.14 എന്നെടുക്കാം. ഇൻറ്റു ആർ എന്ന് പറയുന്നത് റേഡിയസ് ആണ്. റേഡിയസ് എത്രയായിരുന്നു? 1 മീറ്റർ ആയിരുന്നു. സോ നമുക്ക് എന്ത് എഴുതാം? 1ൻ്റെ സ്ക്വയർ കൊണ്ട് എഴുതാം. അപ്പോൾ ഇത് സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്, സൊല്യൂഷൻ എന്ന് പറയുന്നത് 1.76 × 10 -4 കൂളോം ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചാർജ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്തു? സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ ഈക്വൽ ടു ക്യൂ ബൈ എ എന്ന് പറഞ്ഞ ഇക്വേഷനിൽ നിന്ന് നമ്മൾ ക്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സിഗ്മ ഇൻറ്റു എ ആണെന്ന് കണ്ടുപിടിച്ചു. ഇവിടെ കണ്ടക്റ്റിംഗ് സ്പിയർ ആയതുകൊണ്ട് ഏരിയ കാണാനുള്ള ഇക്വേഷൻ 4πr² ആണെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ ബാക്കിയുള്ള ടേംസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ ചാർജ് 3 കൂളോമാണെന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കുന്നത് ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. ഇലക്ട്രിക് ഫ്ലക്സ് കാണാനുള്ള ഇക്വേഷൻ 5 ആണ്. 5 വിച്ച് ഇസ് ഈക്വൽ ടു ക്യൂ ബൈ ε0 ആണ്. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇലക്ട്രിക് ഫ്ലക്സ് കാണാനുള്ള ഇക്വേഷൻ 5 വിച്ച് ഇസ് ഈക്വൽ ടു ക്യൂ ബൈ ε0 ആണ്. ഇവിടുത്തെ ക്യൂ നമ്മൾ കുറച്ച് നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു. 1.76 × 10 -4 കൂളോം ആണ്. ഡിവൈഡഡ് ബൈ ε0ൻ്റെ വാല്യൂ പെർമിറ്റിവിറ്റി ഓഫ് ദ വാക്കാണ്. അപ്പോൾ നമ്മളത് ബൈ ഹാർട്ട് പഠിച്ചു വയ്ക്കണം. അതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണെന്ന് പറഞ്ഞിരുന്നു. അത് ഓർത്തിരിക്കുക വേണം. അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നോളന്നില്ല കേട്ടോ. 8.854 × 10 -12 ആണ്. 8.854 × 10 -12 ആണ് വരിക. അപ്പോൾ ഇത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലാസ്റ്റ് ആൻസർ എന്ന് പറയുന്നത് 1.98 × 10⁻7 കൂളോം റേസ്റ്റ് -1 മീറ്റർ സ്ക്വയർ ആയിരിക്കും അതിൻ്റെ യൂണിറ്റ് വരിക. അപ്പോൾ യൂണിറ്റ് നിങ്ങൾക്ക് അറിയാലോ അല്ലേ. യൂണിറ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ. കൂളോം റേസ്റ്റ് -1 മീറ്റർ സ്ക്വയർ ആയിരിക്കും അതിൻ്റെ യൂണിറ്റ് വരിക. 1.98 × 10⁻7 ആണ് ആൻസർ വരിക. അപ്പോൾ ഇതിൽ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ക്യൂ ബൈ ε0 എന്നാണ്. ചാർജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മയിൽ നിന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ബാക്കി നമുക്ക് ഗോസസ് ലോയും കൂടി തന്നെയാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നുള്ളൂ. ഗോസസ് ലോ എന്താണ്, ഇതിൻ്റെ അപ്ലിക്കേഷൻ എന്താണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതും കൂടെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്കൊരു ഈ ഒരു +2 ഫിസിക്സിൻ്റെ യൂണിറ്റ് 1 നമുക്കൊന്ന് അവസാനിപ്പിക്കാം. എന്നിട്ട് ഒരു ക്വിക്ക് റിവിഷൻ നമുക്ക് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞാൽ പ്രോബ്ലം
ഡിസ്കഷൻ സെക്ഷനും കൂടെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്.